പിറവന്തൂരിലെ ജനവാസ മേഖലയിൽ കഴിഞ്ഞ 10 ദിവസമായി നിലയുറപ്പിച്ചിരുന്ന കാട്ടാനകളെ വനത്തിലേക്ക് തിരിച്ചു കയറ്റി. പിറവന്തൂർ എലിഫന്റ് ഡ്രൈവ് മിഷനാണ് വിജയകരമായി പൂർത്തിയായത്. വിജയത്തിൽ സന്തോഷം പ്രകടിപ്പിച്ച് പഞ്ചായത്ത് അംഗങ്ങൾ മധുരം വിതരണം ചെയ്തു. പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിലെ ജനവാസ മേഖലയിൽ 10 ദിവസമായി നിലയുറപ്പിച്ചിരുന്ന 2 കാട്ടാനകളെയാണ് വിജയകരമായി വനത്തിനുള്ളിലേക്ക് തിരികെ അയച്ചത്. വനം വകുപ്പ്, റവന്യൂ വകുപ്പ്, ദുരന്ത നിവാരണ വിഭാഗം, ആരോഗ്യവകുപ്പ്, അഗ്നിരക്ഷാസേന, പഞ്ചായത്ത് ഭരണസമിതി എന്നിവ സംയുക്തമായി നടത്തിയ പിറവന്തൂർ എലിഫന്റ് ഡ്രൈവ് മിഷൻ 2026 വിജയകരമായി പൂർത്തീകരിച്ചത്. കഴിഞ്ഞ ഒരു ആഴ്ചയായിട്ട് നമ്മൾ വട്ടം കറക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളായിരുന്നു. എല്ലാ സ്റ്റാഫുകളുടെയും അഞ്ചല്, അതേപോലെ തന്നെ ബാക്കിയുള്ള സ്റ്റാഫുകൾ, ബഹുമാനപ്പെട്ട DFO സാറ് എല്ലാം നമ്മുടെ ഈ സ്ഥലത്തുണ്ടായിരുന്നു. പിന്നെ ഇവിടെയുള്ള നാട്ടുകാരും അതുപോലെ തന്നെ ജനപ്രതിനിധികളും ഉൾപ്പെടെയുള്ള ആൾക്കാരെ ഇതിപ്പം നല്ല രീതിയിൽ അവസാനിച്ച് വിശ്വസിക്കുക. ദൗത്യത്തിന്റെ വിജയത്തിൽ സന്തോഷം പ്രകടിപ്പിച്ച പഞ്ചായത്ത് അംഗങ്ങൾ മധുരം വിതരണം ചെയ്തു. കഴിഞ്ഞ 10 ദിവസമായി പ്രതികൂല സാഹചര്യങ്ങളിലും ഇവിടെ വലിയൊരു ദൗത്യത്തിന്റെ 1ാം ഘട്ടം പൂർണ്ണമായി വിജയിച്ചിരിക്കുകയാണ്. എലഫന്റ് ട്രൈബ് 1ാം ഘട്ടം 2 ആനകളെ നമുക്ക് നാട്ടിൽ നിന്നും കടത്തി ഉൾവനത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചു. അതിന് ഇവിടെ പ്രവർത്തിച്ച എല്ലാവർക്കും ആദ്യം അഭിനന്ദനം അറിയിക്കുകയാണ്. ഇന്ന് 4ാമത്തെ ദിവസമാണ്. 20-ാം തീയതി തുടങ്ങി 29-ാം തീയതി ഇപ്പോൾ ഒരു 12 മണിക്കകം ഉള്ള സമയത്ത് 2 ആനകളെയും നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്നും ഉൾവനത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചു. എന്നും പറഞ്ഞ് ഇതിൻ്റെ പ്രവർത്തനം നിലയ്ക്കുകയല്ല, ഇതിൻ്റെ തുടർ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും നാട്ടിലേക്കിറങ്ങുന്ന ആനകളെ ഉൾവനത്തിലോട്ട് എത്തിക്കുന്നതിനുള്ള പ്രയത്നം തുടർന്നുകൊണ്ടിരിക്കും. അക്ഷീണം സേവനമനുഷ്ഠിച്ച ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെയും വിവിധ വകുപ്പ് ജീവനക്കാരെയും ആദരിച്ചു. ഈ സ്ഥലത്ത് ക്യാമ്പ് ചെയ്താണ് ഈ ദൗത്യത്തിന് നേതൃത്വം കൊടുത്തത്. ബഹുമാനപ്പെട്ട DFO സാറ് മുഴുവൻ സമയവും ഈ ദൗത്യത്തിൻ്റെ ഭാഗമായിട്ട് സ്ഥലത്തുണ്ടായിരുന്നു. അതിലെല്ലാവരുടെയും ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടുള്ള ഒരു വിജയമാണ്. ജ്യോതികുമാർ ചാമക്കാല MLA, റവന്യൂ വകുപ്പ്, ജില്ലാ ദുരന്ത നിവാരണ വിഭാഗം, ആരോഗ്യ വകുപ്പ്, വനം വകുപ്പ്, അഗ്നിരക്ഷാസേന, പഞ്ചായത്ത് പ്രതിനിധികൾ തുടങ്ങിയവരും പങ്കെടുത്തു. ആനദൗത്യം മിഷൻ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മളിവിടെ നടപ്പിലാക്കുകയായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് 4 എലിഫന്റ് ഡ്രൈവ് ആനയെ മാത്രം ഓടിക്കുന്ന ഈ ഒരാഴ്ച പറഞ്ഞെങ്കിലും 4 ദിവസം ആനയെ ഓടിക്കൽ മാത്രമായിട്ട് നമ്മൾ നടത്തുകയായിരുന്നു. അത് ഇന്ന് 4ാം ദിവസമാണ്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഒന്നാമതായിട്ട് തുടങ്ങിയത്. എങ്കിലും അതിൻ്റെ 1ാം ഘട്ടം ഇന്നിപ്പോൾ ഇവിടെ അവസാനിക്കുകയാണ്. ഈ 2 ആനകളാണ് ഈ പ്രദേശത്ത് തമ്പടിച്ചിരുന്നത്. ആ 2 ആനകളെയും നമുക്ക് 2 കൊമ്പനാനയും നമുക്ക് ഇവിടെ നിന്ന് തുരത്തി വനത്തിലേക്ക് കടത്തിവിടാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തുടർന്നുള്ള നടപടികൾ അല്ലെങ്കിൽ 2ാം ഘട്ടമോ അല്ലെങ്കിൽ ഇതിന് തുടർച്ചയായിട്ട് തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള പ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ട് ആന പ്രതിരോധവുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ തുടർന്ന് സ്വീകരിക്കുന്നതാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ.